അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഹുദൈബിയയിലാണ്. ഹുദൈബിയ സന്ധി എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ 6-ാം വർഷം സ്വഹാബത്തുമായി ഉംറ നിർവഹിക്കാൻ വന്നപ്പോൾ ഹുദൈബിയയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്ക ശത്രുക്കൾ തടഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും മക്ക ശത്രുക്കളുമായിട്ട് ഒരു കരാറിൽ ഏർപ്പെട്ടു. ആ കരാറിനാണ് ഹുദൈബിയ സന്ധി എന്ന് പറയുന്നത്. പ്രത്യക്ഷത്തിൽ മുസ്ലിം സമൂഹത്തിന് വലിയ തിരിച്ചടിയാണ് എന്ന് പലരും പ്രതീക്ഷിച്ചിരുന്ന ആ സന്ധിക്ക് ശേഷം മക്ക ഫതഹ് തൊട്ടടുത്ത വർഷം ഉണ്ടാകുമ്പോൾ മക്ക വിജയത്തോടെ മക്ക ഖുറൈശികൾ ഒരുപാട് ഇസ്ലാം സ്വീകരിക്കുകയും ഈ ഹുദൈബിയ സന്ധി കാരണമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ നിലപാട് കാരണമാണ് മക്കയിൽ ഒരുപാട് മുസ്ലിം ശത്രുക്കളായ ആളുകൾ ഇസ്ലാം സ്വീകരിക്കാൻ കാരണമെന്ന് പിൽക്കാലത്ത് സ്വഹാബത്തിന് ബോധ്യപ്പെട്ട വലിയതായ ഒരു വിട്ടുവീഴ്ചയുടെ സന്ധിയായിരുന്നു ഹുദൈബിയ സന്ധി. ആ സന്ധിയിൽ തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈകളിൽ നിന്നും ഷറഫാക്കപ്പെട്ട വെള്ളം ധാരധാരയായി ഒഴുകുകയും അത് സ്വഹാബത്ത് മൊത്തം കുടിക്കുകയും ചെയ്തു. 1500ഓളം ആളുകൾ ഉണ്ടായിരുന്നതാണ് ചരിത്രം.